പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ ദേവരാജ് അമ്പലവൽ. ഇത് വയനാട് ജില്ലയിൽ നിന്നും നമ്മൾ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഊട്ടിയിലേക്ക് പോകുന്ന റോഡ്. ഇത് നേരിട്ട് പാട്ടവയൽ വഴി ഗൂഡല്ലൂർ അങ്ങനെയാണ് ഊട്ടിയിലേക്ക് പോവുക. ആ പോകുന്ന വഴിക്ക് പ്രധാനപ്പെട്ട ടൗണുകളിലൊക്കെ ചീരാൽ എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് പോകും. ചീരാൽ എന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പഴൂർ എന്ന ഭാഗത്തു നിന്ന് വലത്തോട്ട് കട്ട് ചെയ്ത് പോകുന്ന സ്ഥലത്തിനാണ് ചീരാൽ എന്ന് പറയുക. അപ്പോൾ ചീരാൽ റോഡിലേക്ക് നമ്മൾ ഈ മെയിൻ സുൽത്താൻ ബത്തേരി പാട്ടവയൽ റോഡിൽ നിന്ന് പഴൂർ എന്ന ഭാഗത്ത് എത്തുമ്പോൾ പഴൂരിൽ നിന്ന് ചീരാലിലേക്ക് കയറുന്ന ആ റോഡിൽ ഒരു 100 മീറ്റർ മുകളിലേക്ക് പഴൂർ ടൗണിൽ നിന്ന് കയറിയാൽ ഇതാ പഴൂർ സ്കൂള്, പഴൂർ മദ്രസ, പിന്നെ ക്രിസ്ത്യൻ ദേവാലയം തൊട്ടടുത്ത് അമ്പലം, മുസ്ലിം പള്ളി, എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ ഒരു സ്ഥലത്ത് ഇവിടുന്ന് ഒരു 100 മീറ്റർ ദൂരത്തിൽ ഒരു 16 സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട്. അപ്പോൾ സെൻറ്റിന് 1.5 ലക്ഷം രൂപയാണ് ആവശ്യപ്പെടുന്നത്. ഇത്ര അടുത്ത് ഇതാ സ്കൂൾ സൗകര്യം, മദ്രസ സൗകര്യം, പള്ളി സൗകര്യം, അമ്പലം, ദേവാലയങ്ങളിലെല്ലാം പോകാനുള്ള എളുപ്പം, ടൗണ് തൊട്ടടുത്ത്, മെയിൻ റോഡ്, ഊട്ടി റോഡ് നടന്നു പോകുന്ന ഈ 100-200 മീറ്റർ ദൂരത്തിൽ ഊട്ടി റോഡ്, കടകൾ, സൗകര്യം എല്ലാം ഉള്ള ഒത്തിണങ്ങിയ ഒരു 16 സെൻറ്റ് സ്കൂൾ ഗ്രൗണ്ടാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ആ മെയിൻ റോഡിൽ നിന്ന് പാട്ടവയൽ റോഡ് നിന്ന് ചീരാൽ റോഡിലേക്ക് കയറി ചീരാൽ റോഡിലേക്ക് എത്തേണ്ട, ചീരാലിലേക്ക് പോകുന്ന വഴി, പഴൂരിൽ നിന്ന് ചീരാലിലേക്ക് കയറുന്ന വഴിയാണ്. ഇവിടുന്നും 2-3 കിലോമീറ്റർ ചീരാലിലേക്കുണ്ട്. ഈ ഒരു വഴി, ഇത് സ്ട്രെയിറ്റ് ചീരാലിലേക്കുള്ള വഴിയാണ്. നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് കയറിയിട്ട് അവിടെ നിന്ന് പഴൂർ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴിയാണ് നമ്മൾ ഈ സ്ഥലത്തേക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ആ മെയിൻ റോഡിൽ കൂടെ ഏത് സമയവും വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വഴിയാണ്. ഇത് മദ്രസയാണ് കാണുന്നത്. ഇത് സ്കൂളിൻ്റെ ഗ്രൗണ്ട്. ഈ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൻ്റെ സൈഡിൽ കൂടെയുള്ള ഈ കാണുന്ന ടാർ റോഡിലൂടെയാണ് നമ്മൾ ആ 16 സെൻറ്റ് സ്ഥലത്തേക്ക് പോകേണ്ടത്. നമ്മൾ കണ്ടില്ല, ഇത്ര അടുത്ത്, നമ്മൾ നേരെ മെയിൻ റോഡിൽ നിന്ന് വളരെ അടുത്ത്. ഇതൊരു 50 മീറ്റർ കൊണ്ട് നമ്മൾ ഈ ഗ്രൗണ്ടിൻ്റെ ഏരിയ കവർ ചെയ്യും. അത് കഴിഞ്ഞാൽ ഒരു 50 മീറ്ററും കൂടിയേ നമ്മളെ പ്ലോട്ടിലേക്കുള്ളൂ. അപ്പോൾ നമുക്ക് സ്കൂളിലെ സ്റ്റാഫ്, ടീച്ചേഴ്സ്, കച്ചവടക്കാർ അങ്ങനെ ഉള്ളവർക്കൊക്കെ പറ്റിയ ഒരു 16 സെൻറ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത്. അപ്പോൾ നമ്മൾ ആ മെയിൻ റോഡിൽ കൂടെ പോകുന്ന വാഹനങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ധാരാളം വാഹനങ്ങൾ ഏത് സമയത്തും പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന റോഡാണ്. ഓട്ടോറിക്ഷ സൗകര്യം, മറ്റ് ബസ് സൗകര്യം, ഏത് സമയത്തും ബസ്സുകൾ ഇഷ്ടംപോലെയുള്ള ബസ് റൂട്ടാണ്. അപ്പോൾ ഇത് പഴൂർ സ്കൂൾ ഗ്രൗണ്ടാണ്. ആ സ്കൂൾ ഗ്രൗണ്ടിൻ്റെ സമീപത്തുള്ള ടാർ റോഡ്, നമ്മളെ പ്ലോട്ടിലേക്ക് ഈ ടാർ റോഡ് വഴിയാണ് പോകേണ്ടത്. അപ്പോൾ ഈ ടാർ റോഡാണ് കാണിക്കുന്നത്. നല്ല വലിയ വീടുകളൊക്കെ സമീപത്തുണ്ട്. നമുക്കങ്ങനെ മെല്ലെ നടന്നു നോക്കാം. ആ റൂട്ടിലേക്ക് നമുക്കെത്താം. ഇത് സ്കൂളിൻ്റെ വിശാലമായ വലിയൊരു മൈതാനമാണിത്. ഇവിടെ മദ്രസ, ഈ കാണുന്നത് മദ്രസ കെട്ടിടമാണ്. അപ്പോൾ ഇത് അപ്പുറത്ത് കൂടെ കാണുന്നത് മെയിൻ റോഡ്. നമുക്കങ്ങനെ മെല്ലെ ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇവിടെ ചെറിയൊരു ഫ്ലക്സ് അവിടെ വെച്ചിട്ടുണ്ട്. അവിടുന്ന് വലത്തോട്ട് സ്ട്രെയിറ്റ് ഇങ്ങോട്ട് പോകരുത്. ഈ റോഡിന് സ്ട്രെയിറ്റ് പോവാതെ ആ മൈതാനത്തിൻ്റെ മൂലയിൽ നിന്ന് നേരെ വീണ്ടും നമ്മൾ അവിടുന്ന് നേരെ മെയിൻ റോഡിൽ നിന്ന് വരുന്ന വഴിയാണിത്. അപ്പോൾ അവിടുന്ന് മൈതാനമാണ്. ഇപ്പോൾ നമ്മൾ ഒന്നും കൂടെ ക്ലാരിറ്റി വരുത്തുകയാണ്. ഈ റോഡിന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഒരു 50 മീറ്റർ മുന്നോട്ട് പോയാൽ മതി. ഒരു 50 മീറ്റർ മുന്നോട്ട് പോവുക. 50 മീറ്റർ മുന്നോട്ട് പോകുമ്പോൾ നമ്മളിവിടെ ധാരാളം നല്ല നല്ല വീടുകളുള്ള ഒരു നല്ല റെസിഡൻഷ്യൽ ഏരിയയാണ്. സ്റ്റാൻഡേർഡ് VIP ഏരിയ ആണ്. നല്ല ഏരിയ ആണ്. അപ്പോൾ നമ്മളിപ്പം അങ്ങോട്ടുള്ള പോകുന്ന വഴിക്കുള്ള ഇടതും വലത്തുള്ള വീടുകളാണ് ഇപ്പോൾ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അവിടുന്ന് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഇടത്തോട്ട് ആ റോഡിന് ഇറങ്ങിക്കഴിഞ്ഞ് നമ്മളിവിടുന്ന് ഇടത്തോട്ട് ഇറങ്ങുക. ഒരു 10-30 മീറ്ററും കൂടെ മുന്നോട്ട് പോയാൽ നമ്മളെ പ്ലോട്ടെത്തി. ഫസ്റ്റ് ഒരു വീട് കാണാം. ഈ ഇടത്തോട്ട് ഇറങ്ങുമ്പോൾ വലത്തുവശത്ത് ഇങ്ങനെ ഒരു ഷീറ്റ് ഉണ്ടാക്കിയൊരു വീടുണ്ട്. നേരെ പോവാതെ ഈ ഷീറ്റിട്ടുള്ള വീടിൻ്റെ സൈഡിൽ കൂടിയാണ് നമ്മൾ താഴോട്ട് പോകേണ്ടത്. അപ്പം നമുക്ക് ആ ഷീറ്റിൻ്റെ സൈഡിൽ കൂടെ ഈ റോഡ് ഇപ്പോൾ ഒരു 10-13 അടി വീതിയുള്ള നല്ല വലിയ റോഡാണ്. ചെറിയ ടൈറ്റ് റോഡല്ല. ലോറി അടക്കം പോകുന്ന വലിയ നല്ല വീതിയുള്ള റോഡാണ്. ആ റോഡിന് ഫസ്റ്റ് ഒരു വീടും കഴിഞ്ഞ് രണ്ടാമത്തെ വീടെത്തുമ്പം നമ്മളെ പ്ലോട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഇടതുവശമാണ് കാണുന്നത്. നമ്മളെ പ്ലോട്ടുള്ള വലതുവശത്താണ്, ഈ വീടുകളുടെ വശത്താണ്. ഫസ്റ്റ് പ്ലോട്ട് കഴിഞ്ഞാൽ അടുത്തൊരു വീടും കൂടെ സെക്കൻഡ് വീടെത്തി, രണ്ടാമത്തെ വീടാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ വീടിനോട് ചേർന്നിട്ടാണ്, രണ്ടാമത്തെ വീടാണ്. ഏകദേശം ഒരു 10-30 മീറ്റർ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിയാൽ നമ്മുടെ പ്ലോട്ടെത്തി. ഈ വീടിനോട് ചേർന്ന് ഈ കമ്പിവേലി ഇട്ട പ്ലോട്ടാണ്. ഇവിടുന്ന് അങ്ങോട്ടൊരു ചെറിയൊരു ഇതാണ് നമ്മളെ പ്ലോട്ട്. വലതുവശത്ത് കാണുന്നതാണ് നമ്മളെ പ്ലോട്ട്. ഈ കാണുന്ന പ്ലോട്ടാണ്. വലതുവശത്ത് ആ വീടിൻ്റെ ഒരു കൽക്കെട്ടുണ്ട്, കരിങ്കല്ലുകൊണ്ട് കെട്ടിയൊരു കെട്ടുണ്ട്. അവിടെ ആ വീടുണ്ട്. ഈ കാണുന്ന 16 സെൻറ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത്. കുറേ കവുങ്ങും കുറച്ച് പ്ലാവ് അങ്ങനെ കുറച്ച് കാപ്പിയൊക്കെ ആയിട്ടുള്ള ഒരു തോട്ടം.
വീട് വെക്കാനും ടൗണായിട്ട് ബന്ധപ്പെടാനൊക്കെ വളരെ അടുത്ത സ്ഥലമാണ്, നിരന്ന് കിടക്കുന്ന സ്ഥലമാണ്. സുഖമായിട്ടൊരു വീട്, ക്വാർട്ടേഴ്സുകൾക്കൊക്കെ, അപ്പാർട്ട്മെൻറ്റുകൾക്കൊക്കെ വളരെ പറ്റിയതാണ്. ഹൈസ്കൂളും എല്ലാം അടുത്തുള്ളതുകൊണ്ട് അതിനൊക്കെ പറ്റിയൊരു പ്രോപ്പർട്ടിയാണിത്. അപ്പോൾ ഇതിന് ആവശ്യപ്പെടുന്നത്, ഈ 16 സെൻറ്റിന് ആവശ്യപ്പെടുന്നത് ഇവിടം വരെയാണ്. ഈ പ്രോപ്പർട്ടിയുടെ ഇത് വേറൊരു പ്രോപ്പർട്ടിയാണ്. ഈ വഴി കാണുന്നത് സെക്കൻഡ് പ്രോപ്പർട്ടിയാണ്. ഈ കാണുന്ന പ്രോപ്പർട്ടിയാണ് വിൽപ്പനയ്ക്കുള്ളത്. അപ്പം സെൻറ്റിന് 1.5 ലക്ഷം രൂപയാണ് ആവശ്യപ്പെടുന്നത്. നിരന്ന് കിടക്കുന്നൊരു പ്ലോട്ടാണ്. എല്ലാം കൊണ്ടും എല്ലാ വാഹനങ്ങളും സൈറ്റിലേക്ക് എത്തിപ്പെടും. മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പോൾ ഓക്കെ. എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് വയനാട്, ദേവരാജ് അമ്പലവയൽ എന്ന് 2 യൂട്യൂബ് ചാനലുണ്ട്. എൻ്റെ ഫോൺ നമ്പർ 70 12 46 70 32 94 95 36 57 30 എന്ന 2 ഫോൺ നമ്പറുകളുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വിശദമായ വിവരങ്ങൾക്ക് ഫോൺ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക. ഓക്കെ. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇത് സുൽത്താൻ ബത്തേരിയിൽ നിന്നും തമിഴ്നാട് റോഡ്, ഊട്ടിയിലേക്കുള്ള റോഡിൽ, പാട്ടവയൽ കൂടല്ലൂർ ഊട്ടി റോഡിൽ പഴൂർ എന്ന ഭാഗത്ത് നിന്ന് ചീരാൽ റോഡിലേക്ക് കയറിയ പാട് ഒരു 100 മീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണിത്. ഓക്കെ. ആവശ്യമുള്ളവർ ഫോൺ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക. വീഡിയോ മുഴുവനായി കാണുക. ഓക്കെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.